ഈസലോഡ് സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം അത്ഭുതമായ പടക്. ലൂക്കോസ് വിശേഷം 5-ാം അധ്യായം 3-ാമത്തെ വാക്യം. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി. ആമേൻ. പ്രിയപ്പെട്ടവരെ, ലൂക്കോസ് വിശേഷം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കർത്താവായ യേശു ക്രിസ്തു ഗന്നസരത്ത് എന്ന തടാകത്തിൻ്റെ കരയിൽ അവിടെ ദൈവവചനം കേൾക്കേണ്ടതിന് ഒത്തിരി പുരുഷന്മാർ അവിടെ വന്ന് തിക്കി തിരക്കുന്നത് യേശു കാണുവാനിടയായി. ആ സമയത്ത് യേശു 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് യേശു കണ്ടു. അവയിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ വല കഴുകുന്ന 2 പടകുകളിൽ ഒന്ന് ശീമോനുള്ളതായ ഒരു പടകിൽ യേശു കയറിയിരുന്ന ദൈവവചനം ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം, ദൈവവചനം പ്രസംഗിക്കുവാൻ തക്കവണ്ണം ശീമോനുള്ളതായ, അതായത് പത്രോസിൻ്റെ പടകിനെ യേശു തിരഞ്ഞെടുക്കുകയാണ്. ആ പടക് അത്ഭുതമായ പടകായി പിന്നത്തേതിൽ ആ തടാകത്തിൻ്റെ കരയിൽ വെച്ച് തന്നെ ആ പടക് അത്ഭുതകരമായ പടകായി തീരുകയാണ്. കാരണം അതുവരെ ആ പടക് ഒരു ശൂന്യതയുടെ പടകായിരിക്കുമ്പോൾ, അതായത് ഗന്നസരത്ത് എന്ന വാക്കിനർത്ഥം തന്നെ ശൂന്യതയുടെ തടാകമെന്നാണ്. അപ്പോൾ ശീമോൻ പത്രോസിന്റെ പടക് അതുവരെയും ഗന്നസരത്ത് തടാകത്തിൽ പല പ്രാവശ്യം വല വീശിയിട്ടും മീൻ കിട്ടാതെ ആ പടക് ഇപ്പോൾ ശൂന്യമായ ഒരു പടകായിരിക്കുമ്പോൾ, യേശു ആ സ്ഥലത്ത് കടന്നു ചെല്ലുകയും പുരുഷാരത്തെ ഉപദേശിക്കുവാൻ 2 പടകുകൾ കരയ്ക്ക് അടുപ്പിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ യേശു തിരഞ്ഞെടുത്തത് പത്രോസിന്റെ പടകിനെയാണ്. അത് തിരഞ്ഞെടുക്കുമ്പോൾ ആ പടക് ശൂന്യമായിരുന്നു. ആ പടകിലുള്ള വല പോലും ശൂന്യമായിരുന്നു. യേശു അവരെ നോക്കുമ്പോൾ അവർ വല കഴുകുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, യേശു കയറുന്ന പടക് അത്ഭുതകരമായി തീരും. യേശു പത്രോസിന്റെ പടകിൽ കയറി ആ പടക് അത്ഭുതകരമായി തീർന്നു. യേശു ശിഷ്യന്മാരുടെ പടകിൽ കയറി ഉറങ്ങുമ്പോൾ ആ പടക് അത്ഭുതകരമായി തീർന്നു. യേശു കയറുന്ന പടകുകൾ അത്ഭുതമാകും. നിന്റെ പടകിൽ ആരും കയറിയില്ല എങ്കിലും യേശു കയറിയാൽ മാത്രം മതി നിന്റെ പടകും നീ ലോകക്കാരുടെ മുൻപിൽ ഒരത്ഭുതമാകും. എന്നെ കേൾക്കുന്നവരെ, നിന്റെ ഭവനം എന്ന പടകിൽ ആരും കയറിയില്ല എങ്കിലും നിന്റെ ഭവനം എന്ന പടകിൽ യേശു കയറിയാൽ നീ ഒരു അത്ഭുതമാകും. ആരും കയറാത്ത പടകിൽ യേശു കയറിയാൽ മറ്റേ പടകിലുള്ളവർ നിന്റെ പടകിലെ അത്ഭുതം കാണുവാൻ നാം വിളിക്കാതെ ഓടി വന്ന് നിന്റെ പടകിലെ അത്ഭുതങ്ങളെ കാണുവാൻ ജനം ഓടി അടുക്കുന്നത് പോലെ, നിങ്ങൾ ആരായാലും നിങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ യേശു നിന്റെ ജീവിതത്തിൽ വന്നാൽ നീ ലോകക്കാരുടെ മുൻപിൽ നീ ഒരു അത്ഭുതമായി തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം എന്ന പടകിൽ യേശു ഉണ്ടായിരുന്നാൽ മാത്രം മതി. ഇവിടെ ശീമോൻ പത്രോസിന്റെ പടകും വലയും ശൂന്യമായ ഒരു പടകും ശൂന്യമായ ഒരു വലയും. പക്ഷേ യേശു ശൂന്യമായ പടകിനെയും വലയും യേശു തിരഞ്ഞെടുത്തപ്പോൾ പത്രോസ് മാത്രമല്ല, ആ പടകും തൻ്റെ വലയും ജനത്തിൻ്റെ നടുവിൽ ഒരു അത്ഭുതമായി തീർന്നു. ദൈവം വലിയ അത്ഭുതം ഈ പത്രോസിന്റെ പടകൾ ചെയ്യുന്നത് കണ്ടപ്പോൾ
ജനം ഭ്രമിച്ചുപോയി, ഇത് എന്തുവാണ് സംഭവിക്കുന്നു എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതമെന്ന പടക് ശൂന്യമാണോ? നിങ്ങളുടെ ജീവിതമെന്ന വല ശൂന്യമാണോ? നിന്റെ ജീവിതത്തിലേക്ക് ആരും ഇറങ്ങി വരാതെ, നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ ആരും നിന്റെ അടുക്കൽ വരാതെ, നീ വിഷമത്തിലും ശൂന്യതയിലും വേദനയെന്ന പടകോടുകൂടെ, ശൂന്യമായ വലയോടുകൂടെ നിന്റെ ഏതൊരു പ്രശ്നങ്ങളിൽ നീ നിരാശയോടുകൂടെ ആയിരിക്കുമ്പോൾ, നിന്റെ പടകിൽ യേശു കയറിയാൽ, നിന്റെ വലയിൽ യേശു തൊട്ടാൽ, നിന്റെ ശൂന്യമായ പടക് സകലർക്കും ഒരു അത്ഭുതമായി തീരും. നിന്റെ ശൂന്യമായ വല സകലർക്കും ഒരു അത്ഭുതമായി തീരും. പ്രിയപ്പെട്ടവരെ, ഏത് ശൂന്യതയുടെ പടകായിരുന്നാലും, ജീവിതത്തിൻ്റെ ശൂന്യതകളെ മാറ്റുന്ന, ജീവിതത്തിൻ്റെ കഷ്ടതകളെ മാറ്റുന്ന, വേദനകളെ മാറ്റുന്ന, ഒറ്റപ്പെടലുകൾ മാറ്റുന്ന, നിരാശകളെ മാറ്റുന്ന കർത്താവ്, ആരും നിന്നെ തിരഞ്ഞെടുത്തില്ലെങ്കിലും നിന്റെ പടകിലേക്ക് നോക്കുമ്പോൾ ശൂന്യതയാണ്, നിന്റെ വലയിലേക്ക് നോക്കുമ്പോൾ ശൂന്യതയാണ്, ഒരു മീന് പോലുമില്ല. അതുകൊണ്ട് നിന്റെ പടകിൽ ആരും ശ്രദ്ധിക്കാത്ത, നിന്റെ വലയെ ആരും ശ്രദ്ധിക്കാതെ, കണ്ടിട്ടും കാണാത്തതുപോലെ നിന്റെ ജീവിതത്തിൻ്റെ ശൂന്യത കണ്ടു മാറിപ്പോയാലും, നിന്റെ ഹൃദയത്തിൽ യേശുവുണ്ടോ? നീ യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണോ? ആ യേശു നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നീ ഒരു അത്ഭുതമായി തീരും. നിന്റെ ജീവിതം ഒരു അത്ഭുതമായി തീരും. നീ ലോഹക്കാരുടെ മുന്നിൽ, നിന്ദിക്കുന്നവരുടെ മുന്നിൽ, സാമ്പത്തിക മേഖലയിലും ഏതൊരു മേഖലയിലും, ശൂന്യമായ മണ്ഡലങ്ങളുടെ മേഖലകൾ ഒറ്റപ്പെട്ട ഒരു പടകാണോ നിന്റെ ജീവിതത്തിൽ യേശു ഇറങ്ങി വന്നാൽ, നിന്റെ ഭവനം എന്ന പടകിൽ യേശു കയറിയാൽ, നീ ഒരു അത്ഭുതമായി തീരും. കഫർനഹൂമിലെ പടകെന്ന ഭവനത്തിൽ യേശു കയറിയപ്പോൾ ആ ഭവനം സകലരും ശ്രദ്ധിക്കപ്പെട്ടതുപോലെ, ആ ഭവനം അത്ഭുതമായതുപോലെ, നിന്റെ ജീവിതം എന്ന പടകിൽ യേശു കയറിയാൽ നീ ഒരു അത്ഭുതമായി തീരും. യേശു ശിഷ്യന്മാരെ യാത്ര ചെയ്ത പടകിൽ അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുമ്പോൾ ശിഷ്യന്മാർ അപകടത്തിൽപ്പെട്ട് കാറ്റിനാൽ തകർന്നു പോകേണ്ട സാഹചര്യത്തിൽ യേശു ആ പടകിൽ ഉണ്ടായിരുന്നതിനാൽ അവരുടെ പ്രതികൂല സാഹചര്യങ്ങളെ നീക്കി യേശു അവരെ വിടുവിക്കുന്നത് കാണുവാൻ കഴിയുന്നു. നിന്റെ ജീവിതം എന്ന പടകിൽ യേശു ഉണ്ടെങ്കിൽ ഏതൊരു ശത്രുവിനെ നിന്നെ തകർക്കുവാൻ എൻ്റെ യേശു അപ്പൻ അനുവദിക്കത്തില്ല. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ഹൃദയത്തിൻ്റെ വാതിലൊന്ന് തുറന്ന് ആ യേശുവിന് കയറിയിരിക്കുവാൻ നിന്റെ ഹൃദയം എന്ന പടകിനെ ഒന്ന് നീ തുറന്നു കൊടുത്താൽ, നീ അനുവാദം കൊടുത്താൽ മാത്രം മതി. യേശു ആ പടകിനെ തിരഞ്ഞെടുത്ത് ആ പടകിലോട്ട് കയറിയിരുന്ന് ഉപദേശിക്കുവാൻ പത്രോസ് തൻ്റെ പടകിനെ വിട്ടുകൊടുത്തതുപോലെ, നിന്റെ ഹൃദയം എന്ന പടകിനെ യേശു നിന്നെ തിരഞ്ഞെടുക്കുമ്പോൾ നിന്റെ ഹൃദയ വാതിൽ തുറന്ന് യേശുവിന് അതിനകത്തിരുന്ന് നിന്നെ ഉപദേശിക്കുവാൻ മാത്രം നീ വിട്ടുകൊടുത്താൽ മതി. നിന്റെ ശൂന്യതകളെ മാറി നീ ഒരു അത്ഭുതമാകും. നിന്റെ ജീവിതം ഒരു അത്ഭുതമാകും. ശൂന്യതകളെ മാറി നിന്റെ ജീവിതത്തിൽ നന്മയുടെ വഴികൾ തുറക്കും. ഈ വചനപ്രകാരം നീ സമർപ്പിക്ക്. നീ ഒരു അത്ഭുതമാകാൻ പോകുന്നു. നിന്റെ പടക് ഒരു അത്ഭുതമാകാൻ പോകുന്നു. നിന്റെ ഭവനം ഒരു അത്ഭുതമാകാൻ പോകുന്നു. നിന്റെ തലമുറ ഒരു അത്ഭുതമാകാൻ പോകുന്നു. ശൂന്യമായ വലകൾ നിറഞ്ഞ് നീ ഒരു അത്ഭുതമാകാൻ പോകുന്നു. കർത്താവെ, ഈ ശബ്ദം കേൾക്കുന്ന ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. സമർപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.